കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ പി ഇവിടെ പോസിറ്റീവിൽ എന്താണ് കൂടുതലുള്ളത്? ഹോളാണ് കൂടുതലുള്ളത് അല്ലേ. പിയിൽ ഹോൾ കൂടുതലുണ്ട്, അതുപോലെ എന്നിൽ എന്താണ് കൂടുതൽ? ഇലക്ട്രോൺസ് ആണ് കൂടുതലുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നതാണ്. പിയിലെ ഹോൾസ് ഇലക്ട്രോൺസിൻ്റെ അടുത്തേക്കും അതുപോലെ ഇലക്ട്രോൺസ് എന്നിലേക്കും, എന്നിൽ നിന്നും ഇലക്ട്രോൺസ് ഇവിടെ പിയിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പിയുടെ അടുത്ത് പിയുടെ ഭാഗത്ത് അയോണീകരിക്കപ്പെട്ട ചലനശേഷി ഇല്ലാത്ത നെഗറ്റീവ് ചാർജും അതുപോലെ എന്നിൻ്റെ അടുത്ത് ചലനശേഷി ഇല്ലാത്ത പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ഇതിന് പറയുന്ന പേരാണ്, ഈ ഭാഗത്തിന് പറയുന്നതാണ് ഡിപ്ലീഷൻ ലെയർ അഥവാ അപക്ഷയ മേഖല എന്ന് പറയും. പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള അയോണുകളെ ഉള്ള ആ ഭാഗത്തിന് എന്താ പറയുന്നത്? ഈ ഭാഗത്തിനാണ് അപക്ഷയ മേഖല. ഇങ്ങനെയുള്ള ഭാഗത്തിന് എന്താണെന്ന് പറയുക? അപക്ഷയ മേഖല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അർദ്ധചാലക ഡയോഡ് എന്താണെന്ന് നോക്കാം. ഡയോഡ് എന്ന് പറയുമ്പോൾ ബാഹ്യ വോൾട്ടേജ് പ്രയോഗിക്കുന്നതിനായി അഗ്രങ്ങളിലെ ലോഹ സമ്പർക്കങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ ക്രമീകരണമാണ് അർദ്ധചാലക ഡയോഡ്. ബാഹ്യ വോൾട്ടേജ് പ്രയോഗിക്കുന്നതിനായി അഗ്രങ്ങളിൽ ലോഹ സമ്പർക്കങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ ക്രമീകരണമാണ് അർദ്ധചാലക ഡയോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇങ്ങനെയാണ് അല്ലേ, ഡയോഡിൻ്റെ പ്രതീകം ഇങ്ങനെയല്ലേ. അപ്പോൾ ഈ ഭാഗം എന്താണ്? പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവും. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പി എൻ, അതിൻ്റെ ഇടയിലൊരു ഡിപ്ലീഷൻ മേഖല ഉണ്ടാവും അല്ലേ, ഡിപ്ലീഷൻ അപക്ഷയ മേഖല ഉണ്ടാവും. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ബയസും ഉണ്ട്. ഫോർവേഡും ഉണ്ട്, അതുപോലെ റിവേഴ്സ് ബയസ് ഉണ്ട്. ഇവിടെ എന്താണ്? ലോഹീയ സമ്പർക്കമാണ് ഇവിടെ ഉള്ളത് കേട്ടോ, ലോഹീയ സമ്പർക്കമാണുള്ളത്. അപ്പോൾ ഫോർവേഡ് ബയസ് എന്താണ്, അതുപോലെ റിവേഴ്സ് ബയസ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർവേഡ് ബയസിൽ ഈ പിയും എന്നും, ഈ പി എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും, അതുപോലെ എൻ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണ്ടക്ടിവിറ്റി ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർദ്ധചാലക ഡയോഡിൻ്റെ പി വശം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും എൻ വശം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു ബാഹ്യ വോൾട്ടേജ് പ്രയോഗിച്ചാൽ ആ ഡയോഡ് എങ്ങനെയാണ്? ഫോർവേഡ് ബയസിലാണ്. അത് എന്താണ്? ഒരു ബാഹ്യ വോൾട്ടേജ് പ്രയോഗിച്ചാൽ അവിടെ നിന്നിങ്ങനെയാണ് ഫോർവേഡ് ബയസിലാണ് പോകുന്നത്. അതിനാണ് ഫോർവേഡ് ബയസ്. അപ്പോൾ പി എന്ന് പറയുന്നത് പോസിറ്റീവിലേക്കും എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യ വോൾട്ടേജിൻ്റെ ദിശ ബാരിയർ വോൾട്ടേജിൻ്റെ V0ക്ക്. അപ്പോൾ സാധാരണ V0 ബാരിയർ വോൾട്ടേജിൻ്റെ എതിർ ദിശയിലായിരിക്കും എന്തുണ്ടാവുക? ഈ ബാഹ്യ വോൾട്ടേജ് എന്ന് പറയുന്നത് ബാഹ്യ വോൾട്ടേജ് എതിർ ദിശയിലാണ്. തൽഫലമായി ഡിപ്ലീഷൻ പാളിയുടെ വീതി കുറയുകയും അതുവഴി ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ ഡിപ്ലീഷൻ മേഖലയില്ലേ, ഡിപ്ലീഷൻ മേഖല എന്താണ്? ഇവിടെ കുറയും. പിയിലേക്ക് കണക്ട് ചെയ്താൽ പി പോസിറ്റീവിലേക്കും എൻ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്താൽ ഇതിൻ്റെ ഡിപ്ലീഷൻ ലെയർ വളരെ കുറയും. അങ്ങനെ കുറയുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? പ്രതിരോധം അവിടെ എന്ത് ചെയ്യും? കുറയുന്നു. അതുപോലെ തന്നെ ചാലകത അവിടെ കൂടുന്നു. പ്രയോഗിക്കപ്പെടുന്ന വോൾട്ടേജ് ചെറുതാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ സന്തുലിത വിലയ്ക്ക് താഴെ ചെറുതായി കുറയുന്നു. അപ്പോൾ എന്താണ്? അങ്ങനെ കുറയുമ്പോൾ അവിടെ ഉയർന്ന ഊർജ്ജം, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഡിപ്ലീഷൻ ലെയർ ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് പ്രതിരോധം എന്താവും? പ്രതിരോധം കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രതിരോധം കുറയുമ്പോൾ അവിടെ എന്താണ്? ചാലകത കൂടുകയും ചെയ്യും. ചാലകത അവിടെ കൂടും. അപ്പോൾ ഫോർവേഡ് ബയസിൽ പി പോസിറ്റീവ് ടെർമിനലും എൻ നെഗറ്റീവ് ടെർമിനലും ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിപ്ലീഷൻ ലെയർ കുറയും. ഇത്ര നമ്മൾ പഠിച്ചാൽ മതി. ഡിപ്ലീഷൻ ലെയർ ഇത് കുറയുകയും ചെയ്യും. ഇവിടെ എന്താണ്? ചാലകത കൂടുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു, പ്രതിരോധം കുറയുന്നു. ഇതാണ് ഫോർവേഡ് ബയസിൽ. ഇനി റിവേഴ്സ് ബയസിൽ എന്താണ് പറയുന്നത്? റിവേഴ്സ് ബയസിൽ എന്ന് പറയുമ്പോൾ പി നെഗറ്റീവിലേക്കും അതുപോലെ എൻ പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിപ്ലീഷൻ ലെയർ വളരെ കൂടുതലായിരിക്കും. ഒരു ഡയോഡിൻ്റെ എൻ വശത്തെ പോസിറ്റീവ് ഭാഗവും പി ഭാഗത്ത് നെഗറ്റീവ് ലഭിക്കത്തക്ക വിധം ഒരു ബാഹ്യ വോൾട്ടേജ് പ്രയോഗിച്ചാൽ ആ ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും. എന്തായിരിക്കും? റിവേഴ്സ് ബയസിലായിരിക്കും. ഫോർവേഡ് ബയസിലാവണമെങ്കിൽ എന്താണ്? രണ്ടും ഒരു പിയിലേക്ക് പോസിറ്റീവിലേക്കും അതുപോലെ എൻ നെഗറ്റീവിലേക്കും ഫോർവേഡ് ബയസ്. അതിൽ ചാലകത കൂടുന്നു, റെസിസ്റ്റിവിറ്റി കുറയുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടുത്തെ ഡിപ്ലീഷൻ ലെയർ ഇവിടെ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി അവിടെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ അവിടെ എന്താണ്? ചാലകത അവിടെ എന്താണ്? കുറയുന്നു. ചാലകത അവിടെ
കുറയുന്നു. ഇത്രയും നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണുള്ളത് കേട്ടോ. ഇപ്പോൾ ഡയോഡിൻ്റെ എൻ ജംഗ്ഷൻ്റെ പ്രതിരോധം കുറവായിരിക്കും, ജംഗ്ഷൻ്റെ പ്രതിരോധം കുറവായിരിക്കും, ചാലകത കൂടുതലായിരിക്കും. ഇനി റിവേഴ്സ് ബയസിൻ്റെ കേസിൽ ജംഗ്ഷൻ്റെ പ്രതിരോധം കൂടുതലും ചാലകത കുറവുമായിരിക്കും. ഓക്കെ, ഇനി ഈ ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ ആയിട്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കേണ്ടത്. റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യും. റെക്ടിഫയർ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ PN ജംഗ്ഷൻ ഡയോഡ് ഉപയോഗിച്ച് AC വൈദ്യുതിയെ DC ആക്കി മാറ്റുന്ന വൈദ്യുത ഉപകരണത്തെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഈ പ്രക്രിയയെ റെക്ടിഫിക്കേഷൻ എന്നും പറയുന്നു. എന്താണ്? അപ്പം നമ്മൾ ഈ PN ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്ത് ഒന്നോ അതിലധികമോ PN ജംഗ്ഷൻ ഡയോഡ് ഉപയോഗിച്ച് എന്താണ് AC കറണ്ടിനെ DC ആക്കി മാറ്റുന്നത്, ACനെ DC ആക്കി മാറ്റുന്ന അതിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, റെക്ടിഫയർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറി ഉണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വോൾട്ടേജ് ഇതിപ്പോൾ AC അല്ല, ഇത് AC ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നത് എന്താണ്? AC ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഔട്ട്പുട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ AC-നെ DC ആക്കുന്നത്. കണ്ടോ, ഇത് AC ഇങ്ങനെയാണ് ഇരിക്കുക, DC ആക്കുന്നതിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഹാഫ് വേവും ഉണ്ട്, അതുപോലെ ഫുൾ വേവും ഉണ്ട്. അപ്പോൾ ഹാഫ് വേവിൽ എന്താ പറയുന്നത് നോക്കാം. AC-യുടെ പോസിറ്റീവ് അർദ്ധ സൈക്കിളിൻ്റെ ഡയോഡ് കടത്തിവിടുകയും RL എന്ന ലോഡ് പ്രതിരോധകത്തിലൂടെ വൈദ്യുതി പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താണ്? ആദ്യം നമ്മൾ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തു. ഇവിടെ നമുക്ക് RL, അപ്പോൾ എന്താണ്? ഇതാണ് നമ്മൾ പോസിറ്റീവ്. ഈ P ഭാഗം പോസിറ്റീവിലേക്കും N ഭാഗം നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. N ഭാഗം നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തത്. ഇങ്ങനെയാകുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗം കിട്ടും, ആദ്യത്തെ പോസിറ്റീവായിട്ടുള്ള ഫോർവേഡ് ബൈസ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? AC-യുടെ നെഗറ്റീവ് അർദ്ധ സൈക്കിളിനെ ഡയോഡ് കടത്തിവിടില്ല. കാരണം എന്താ? ഈ നെഗറ്റീവ് ആയിട്ടുള്ള അർദ്ധ സൈക്കിൾ കടത്തിവിടാത്ത അവിടെ വൈദ്യുതി അവിടെ പോകുന്നില്ല, അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നില്ല. വൈദ്യുതി പ്രവാഹം ഉണ്ടായത് അവിടെ പ്രതിരോധം ഉണ്ടായത് കൊണ്ടാണ് എന്താ വൈദ്യുതി പ്രയോഗം അവിടെ വൈദ്യുതികൾ കടത്തിവിടാത്തത്, വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ് പറഞ്ഞാൽ, ആദ്യത്തേത് കടത്തിവിടാനുള്ള കാരണം ഇത് ഡയോഡ് എന്ന് പറയുന്ന Pയിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇത് Nലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ പോസിറ്റീവ് പ്രതിരോധം കിട്ടും. പക്ഷേ നെഗറ്റീവ് കിട്ടാത്തതിൻ്റെ കാരണം അത് ഇപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താണ്? ഇവിടെ നെഗറ്റീവും അതുപോലെ പോസിറ്റീവും ആകുമ്പോൾ ഇവിടെ എന്താണ്? അവിടെ കറണ്ട് കടത്തിവിടില്ല, അവിടെ പ്രതിരോധം കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഇത് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ കിട്ടുള്ളൂ. ഇതെന്താണ്? AC-നെ DC ആക്കിയതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇൻപുട്ട് AC തരംഗത്തിൻ്റെ പകുതി മാത്രം റെക്ടിഫൈ ചെയ്യുന്നത് കൊണ്ട് അർദ്ധ തരംഗ റെക്ടിഫയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ്? അർദ്ധ തരംഗം. ഇങ്ങനെയുള്ളത് മാത്രം കിട്ടും, പോസിറ്റീവായിട്ട് കിട്ടും. ഇവിടെ എന്താണ്? ഇവിടെ റിവേഴ്സ് ബൈസ് ആണെന്ന് ഇരിക്കുക. ഇത് പോസിറ്റീവായിട്ട് ഇവിടെ ഈ ഫോർവേഡ് ബൈസ് മാത്രം ചെയ്തു അല്ലേ. ഇത് നേരെ തിരിച്ചാകുമ്പോൾ നമുക്കിവിടെ കറണ്ട് കിട്ടില്ല. ഇത് നേരെ തിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കറണ്ട് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് AC റിവേഴ്സ് ബൈസിൽ ഫോർവേഡ് ബൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിനാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ, അർദ്ധ തരംഗ റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്.